ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇങ്ങനെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഭീകരവാദത്തിന്റെ വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയപ്പോൾ ഒരു വിഭാഗത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട് ചിലരെങ്കിലും. മുസ്ലിം എന്നത് ഭയത്തോടെ നമ്മളിൽ പലരും കാണുന്നുണ്ട്. കമന്റ് ബോക്സുകളിൽ അത് നിറഞ്ഞാടുകയും ചെയ്യുന്നുണ്ട്. ശിഹാബ് തങ്ങളുമായി 24 നടത്തിയ ചർച്ചയുടെ കമന്റ് ബോക്സുകൾ കാണുമ്പോൾ കൃത്യവും വ്യക്തവുമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീവ്രവാദത്തിന് മതമേ ഉള്ളൂ, മതം മാത്രം. തീവ്രവാദത്തെ തള്ളിപ്പറയാൻ മടി കാണിക്കുന്ന മനുഷ്യൻ. പാകിസ്ഥാനെതിരെ ഒരു റാലി മലപ്പുറത്ത് നടത്തൂ, എന്നിട്ട് സംസാരിക്കൂ, എന്നിട്ട് അഭിമാനത്തോടെ പറയാ ഇന്ത്യൻ മുസ്ലിം എന്ന്. നിങ്ങൾ ഖുർആൻ പോയി പഠിച്ചു പറയൂ, വെളുപ്പിക്കരുത്. ഇങ്ങനെ എത്രയെത്ര കമന്റുകളാണ് നിറയുന്നത്. എല്ലാം ഒരൊറ്റ നൂലിൽ കെട്ടിയിട്ടുള്ളതാണ്, മുസ്ലിം വിരുദ്ധതയുടെ നൂലിൽ കെട്ടിയിട്ട്. കാശ്മീരിന്റെ ഭീകരാക്രമണത്തിന് ഉത്തരവാദികൾ എല്ലായിടത്തും കിടക്കുന്ന മുസ്ലിങ്ങളാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഹിന്ദുസ്ഥാനിയാണ്, പാകിസ്ഥാനിയല്ല. ഈ മണ്ണിന്റെ മണവും രുചിയും അറിഞ്ഞു വളർന്നവരാണ്. ഏതെങ്കിലും മൂലയിൽ ആരെങ്കിലും ഈ പേര് പറഞ്ഞ് കൊല വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമോ മുസ്ലിമോ അല്ല. ഇവിടെയാണ് മേജർ രവിയോട് ബഹുമാനം തോന്നിപ്പോകുന്നത്. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ദുഷ്പേരുകളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പറച്ചിൽ. അതൊന്ന് കാണാം. ആർദിയുടെ ആ ധൈര്യം കണ്ടിട്ട് ഐ റിയലി സല്യൂട്ടഡ് ഹർ. ആർദി അവിടെ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മുഴുവൻ കാണുന്ന സമയത്ത് ദിസ് ഫാമിലി ഡിസേർവ്സ് എ റിയൽ ഗ്യാലൻട്രി മെഡൽ. അങ്ങനെയുള്ളൊരു സംഭവമാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇവിടെ MLA ആരോ പറഞ്ഞു എന്ന് ഞാൻ കേട്ടായിരുന്നു. ബട്ട് ദെൻ എന്ത് തന്നെയായാലും ശരി, ഇതൊക്കെ കാണുന്ന ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഒരു സഹോദരൻ, അതിവിടെ കേരളത്തിൻ്റെ ആണെങ്കിലും ശരി, ഇന്ത്യയിൽ എവിടുത്തെ ആണെങ്കിലും ശരി, ഇതുപോലുള്ള ഒരു കുറ്റവും ചെയ്യാതെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതുപോലുള്ള ഭീകരവാദത്തിനെ എതിർക്കാൻ ഒറ്റക്കെട്ടായി ശബ്ദിക്കണം. അവിടെ നിങ്ങൾ രാഷ്ട്രീയവും ജാതിയും മതവും നോക്കരുത്. ഇത്രയും എനിക്കിവിടെ പറയാനുള്ളൂ. ഐ റിയലി സല്യൂട്ട് ദിസ് ഫാമിലി. എനിക്ക് ഇനി ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞു. റിയലി മൂഡ് ടു സീ ദ ഫാമിലി. താങ്ക് യു സോ മച്ച്. ഈ പറച്ചിലൊന്നും പക്ഷേ കാശ്മീരിന്റെ പേരിൽ വിഷം കലർത്തുന്നവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ ഭീകരർ ചൊല്ലാൻ പറഞ്ഞ കെലിമ എന്ന വാക്ക് മാത്രമാണ് അവർ കേട്ടത്. എന്തിനാണത്? നമ്മളൊക്കെ ഈ രാജ്യത്ത് പിറവി കൊണ്ട മക്കളാണ്, ഈ മണ്ണും മനസ്സും അറിയാവുന്നവരാണ്. അത് ഉറപ്പിച്ചു പറയുന്നുണ്ട് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ. ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ അവരെന്നോട് ഇത്രയേ ഉള്ളൂ, ഇതേ വേണ്ടു. അല്ലാതെ ഒരു കിതാബിലും മുസ്ലിങ്ങളോട് കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. അത്തരത്തിലൊരു മതമല്ല ഇസ്ലാം. അങ്ങനെ പഠിപ്പിച്ച ഒരുത്തനും ഇസ്ലാമുമല്ല. അത്ര മാത്രമേ പറയാനുള്ളൂ. ഹിന്ദുസ്ഥാനിയാണ്, പാകിസ്ഥാനിയല്ല.